27/8/2024 അപ്ഡേറ്റുകൾ നോക്കാം. ഫെബ്രുവരിയിൽ നടത്തിയ മൂന്നാം സെമസ്റ്റർ CBCSS BCom കമ്പ്യൂട്ടർ ആപ്ലിക്കേഷൻ റെഗുലർ 2022 ഇംപ്രൂവ്മെൻറ്റ് സപ്ലിമെൻ്ററി 21 അഡ്മിഷൻ സപ്ലിമെൻ്ററി 19-20 അഡ്മിഷൻ മേഴ്സി ചാൻസ് 17 അഡ്മിഷൻ പരീക്ഷാഫലം പ്രസിദ്ധീകരിച്ചു. പുനർമൂല്യനിർണ്ണയത്തിനും സൂക്ഷ്മപരിശോധനയ്ക്കും സെപ്റ്റംബർ 7 വരെ ഓൺലൈനായിട്ട് അപ്ലൈ ചെയ്യാം. ഓഗസ്റ്റ് 3 മുതൽ വിവിധ കോളേജുകളിൽ നടത്താൻ നിശ്ചയിച്ചിരുന്ന നാലാം സെമസ്റ്റർ CBCSS BSc കെമിസ്ട്രി കോർ ആൻഡ് കോംപ്ലിമെൻ്ററി ജൂലൈ 2024 പ്രാക്ടിക്കൽ പരീക്ഷകൾ മാറ്റിവെച്ചു. പുതുക്കിയ തീയതി പിന്നീട് അറിയിക്കുന്നതാണ്. ജൂലൈയിൽ നടത്തിയ നാലാം സെമസ്റ്റർ MSc എൻവയോൺമെൻറ്റൽ സയൻസ് പരീക്ഷയുടെ പ്രാക്ടിക്കൽ വൈവ വോസി 2024 സെപ്റ്റംബർ 2 മുതൽ 27 വരെ അതാത് കോളേജുകളിൽ വെച്ച് നടത്തുന്നു. നാലാം സെമസ്റ്റർ MSc ബയോകെമിസ്ട്രി പരീക്ഷയുടെ പ്രാക്ടിക്കൽ വൈവ വോസി 2024 സെപ്റ്റംബർ 2 മുതൽ 12 വരെ അതാത് കോളേജുകൾ നടത്തും. ജൂലൈയിൽ വിജ്ഞാപനം ചെയ്ത നാലാം സെമസ്റ്റർ BSc ബോട്ടണി ആൻഡ് ബയോടെക്നോളജി 247 കോംപ്ലിമെൻ്ററി ബയോകെമിസ്ട്രി, BSc ബയോകെമിസ്ട്രി ആൻഡ് ഇൻഡസ്ട്രിയൽ മൈക്രോബയോളജി 248 കോർ ബയോകെമിസ്ട്രി കോഴ്സുകളുടെ പ്രാക്ടിക്കൽ പരീക്ഷകൾ സെപ്റ്റംബർ 10 മുതൽ അതാത് പരീക്ഷാ കേന്ദ്രങ്ങളിൽ വെച്ച് നടത്തുന്നു. ജൂലൈയിൽ നടത്തിയ നാലാം സെമസ്റ്റർ MSc കെമിസ്ട്രി ഡ്രഗ് ഡിസൈൻ ആൻഡ് ഡെവലപ്മെൻറ്റ് പരീക്ഷയുടെ പ്രാക്ടിക്കൽ 2024 സെപ്റ്റംബർ 2 മുതൽ 11 വരെ അതാത് കോളേജുകൾ നടത്തുന്നു. ജൂലൈയിൽ നടത്തിയ നാലാം സെമസ്റ്റർ MSc ജിയോളജി, MSc ബോട്ടണി ആൻഡ് MSc ബോട്ടണി ന്യൂ ജനറേഷൻ പരീക്ഷകളുടെ പ്രാക്ടിക്കൽ ആൻഡ് ഡിസർട്ടേഷൻ കോംപ്രഹെൻസീവ് വൈവ ടൈം ടേബിൾ പ്രസിദ്ധീകരിച്ചു. ഇനി സൂക്ഷ്മ പരിശോധന സ്ക്രൂട്ടിനി ഡീറ്റെയിൽസ് ആണ്. ഫെബ്രുവരിയിൽ നടത്തിയ ഒന്നാം സെമസ്റ്റർ BA ഓണേഴ്സ് ഇൻ ഇംഗ്ലീഷ് ലാംഗ്വേജ് ആൻഡ് ലിറ്ററേച്ചർ റെഗുലർ 2023 അഡ്മിഷൻ ഇംപ്രൂവ്മെൻറ്റ് സപ്ലിമെൻ്റ് 2022 അഡ്മിഷൻ പരീക്ഷയുടെ സ്ക്രൂട്ടിനി അപേക്ഷ സംബന്ധിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ നിങ്ങളുടെ ഫോട്ടോ വെച്ച തിരിച്ചറിയൽ കാർഡും പ്രസ്തുത പരീക്ഷ ഓഗസ്റ്റ് 29 മുതൽ സെപ്റ്റംബർ 5 വരെയുള്ള പ്രവർത്തനങ്ങളിൽ EJ 3rd സെക്ഷനിൽ ഹാജരാകണം. ജനുവരിയിൽ നടത്തിയ നാലാം സെമസ്റ്റർ BTech 2020 സ്കീം പരീക്ഷയുടെ സൂക്ഷ്മ പരിശോധനയ്ക്ക് അപേക്ഷ സമർപ്പിച്ചിട്ടുള്ള വിദ്യാർത്ഥികൾ ഫോട്ടോ വെച്ച തിരിച്ചറിയൽ കാർഡും പ്രസ്തുത പരീക്ഷയുടെ ഹാൾ ടിക്കറ്റുമായിട്ട് 2024 ഓഗസ്റ്റ് 29 മുതൽ 21 വരെ പ്രവർത്തനങ്ങളിൽ റീവാലുവേഷൻ EJ 7 സെക്ഷനിൽ ഹാജരാകണം. സോ ഇത്രയുമാണ് നിലവിൽ ഇന്നത്തെ അപ്ഡേറ്റുകൾ എന്ന് പറയുന്നത്. കൂടുതൽ ഇൻഫോർമേഷൻ അറിയാൻ വേണ്ടി സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. താങ്ക്